വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിടിലൻ മീൻ കറിയുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു കറിയാണിത്. ഇതിനായി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ചട്ടി ഈ രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കുക. നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെക്കുന്ന സമയങ്ങളിൽ ചട്ടിയുടെ ചുറ്റും പുക കയറുന്നത് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടാണ് ചട്ടി ഈ രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുകും 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉലുവ മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ രണ്ടും കൂടെയാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലി ചതച്ചതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു 15 അല്ലി ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്നത് വലിയ വെളുത്തുള്ളിയാണെങ്കിൽ 2-3 അല്ലിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇവ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് 15 അല്ലി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇവ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. മീൻ മുളകിടുന്നത് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ഗ്രേവിക്ക് കൂടുതൽ ടേസ്റ്റ് നൽകുക. അതുപോലെ തന്നെ കറിക്ക് നല്ല തിക്നെസ്സും കിട്ടുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. വേറെയും 1-2 മീൻ കറിയുടെ റെസിപ്പികൾ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങളെല്ലാവരും അതെടുത്തൊന്ന് കാണുക. മലബാർ രീതിയിലുള്ള മീൻ കറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മസാല നന്നായി വഴറ്റിയെടുക്കാൻ. ആ മസാലയുടെ പച്ചമണമെല്ലാം മാറി മസാല നന്നായി മൂത്ത് വരുന്ന സമയം വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ മസാലയെല്ലാം ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ആ തക്കാളി ഒന്ന് മാഷായി കിട്ടുന്ന സമയം വരെ നമുക്ക് ഇതിങ്ങനെ വഴറ്റിയെടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല എരിവുള്ള മീൻ കറി തന്നെയാണ് ഞാൻ തയ്യാറാക്കുന്നത്. പിന്നെ കാശ്മീരി മുളക് പൊടി ചേർത്തത് കൊണ്ട് കറിക്ക് നല്ല കളറും അതുപോലെ തന്നെ ഗ്രേവിക്ക് നല്ല തിക്നെസ്സും ലഭിക്കുന്നതാണ്. ഇപ്പോൾ തക്കാളിയെല്ലാം ആവശ്യത്തിന് മാഷായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. 2 അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണം കുടംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളത്തിൽ നന്നായി കഴുകിയെടുത്തതിന് ശേഷമാണ് ഞാനിത് കുതിർത്ത് വെച്ചിരിക്കുന്നത്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവി വേണമോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് കവർ ചെയ്ത് നന്നായി തിളയ്ക്കുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി തിളവന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 5 അയലയാണ് എടുത്തിരിക്കുന്നത്. നന്നായി വാഷ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് ഒന്ന് വരഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഞാനിവിടെ പീസാക്കി എടുത്തിട്ടില്ല. ഒന്ന് വരഞ്ഞതിന് ശേഷം നേരിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയല ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് നന്നായി കുക്ക് ചെയ്തെടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ചട്ടി ഈ രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് കവർ ചെയ്തിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് സമയമാകുമ്പോഴേക്കും അയല ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ദശക്കട്ടിയുള്ള ഏത് മീൻ ഉപയോഗിച്ചും ഈ രീതിയിൽ കറി തയ്യാറാക്കാവുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവാപ്പൊടി ചേർക്കുന്ന സമയത്ത് അത് കൂടിപ്പോവാൻ പാടില്ല. കാരണം കയ്പ്പ് രസം വരും കറിക്ക്.
അതുകൊണ്ട് അല്പം മാത്രം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഈ സമയത്ത് ഇതിന് മുകളിൽ തൂക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.